സർവശക്തനായ ദൈവമേ, അങ്ങെത്രയോ കാരുണ്യവാനാണ്. അങ്ങയുടെ തിരുക്കുമാരൻ തൃപ്പാദഭക്തരായ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി പെസഹ മഹാരഹസ്യം സംസ്ഥാപിച്ചുവല്ലോ. അങ്ങയുടെ എളിയദാസരായ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും നിരന്തരം കാത്തുകൊള്ളുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരു കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ്സു പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ
അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിട വരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി, അയൽക്കാർക്ക് ഞാൻ ഭീകര സത്വമാണ്. പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്നവർ ഓടി അകലുന്നു. മൃതനെപ്പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായിത്തീർന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസൻ്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ, ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തന്നെ താഴ്ത്തി മരണത്തോളം, അതേ കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. ആകയാൽ ദൈവം അവിടുത്തെ ഉയർത്തി സകല നാമങ്ങളെക്കാളും ശ്രേഷ്ഠമായ നാമം അവിടുത്തേക്ക് നൽകി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം. ആ സമയത്ത് യേശു ശിഷ്യന്മാരോട് കൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും ഫരീസയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുൻപോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാനാണ്. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ.
യേശു പ്രതിവചിച്ചു, ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ പൊയ്ക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു അത്. ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്യനെ വെട്ടി അവൻ്റെ വലത്തു ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. അവർ അവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസിൻ്റെ അമ്മായിയപ്പനായിരുന്നു. ജനങ്ങൾക്കു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യഫാസാണ്. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു. ആ ശിഷ്യനെ പ്രധാന ആചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോട് കൂടെ പ്രധാന പുരോഹിതന്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു. പത്രോസാകട്ടെ പുറത്ത് വാതിൽക്കൽ നിന്നു. അതിനാൽ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ പറഞ്ഞു, അല്ല. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ കരണത്തടിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത്? യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യഫാസിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല. പ്രധാന പുരോഹിതന്റെ ഭൃത്യന്മാരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു. ഉടനെ കോഴി കൂവി. യേശുവിനെ അവർ കയ്യഫാസിൻ്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികില്ലയല്ലേ? പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്.
ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു. എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു. അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹാ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഈ മനുഷ്യനെ അല്ല, ബറാബാസിനെ മതി. ബറാബാസ് കൊള്ളക്കാരനായിരുന്നു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, യഹൂദരുടെ രാജാവേ സ്വസ്തി. ഇങ്ങനെ പറഞ്ഞ് കൈകൊണ്ട് അവർ അവനെ പ്രഹരിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ. എന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം. കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു. നീ എവിടെ നിന്നാണ്? യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രരാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേലൊരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്കേൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിൻ്റെ സ്നേഹിതനല്ല. തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിന് വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി ക്രൂശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗൊൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു. അവനോടൊപ്പം മറ്റു 2 പേരെയും, യേശുവിന് മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിനു മുകളിൽ വച്ചു. അതിങ്ങനെയായിരുന്നു: നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവെന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവൻ്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്.
യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസ്സോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അത് സാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അതു കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടവും ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മുൻ വർഷങ്ങളിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ദുഃഖവെള്ളിയാഴ്ചയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഈ ഒരു ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നമ്മുടെ ദേവാലയങ്ങളിൽ പോലും പോകാൻ സാധിക്കാത്ത വിധം ഭവനങ്ങളിൽ നാം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ഷാലോം ടിവിയിലെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ പീഡാസഹനവും മരണവും നാം ധ്യാനിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ മുഴുവൻ നമുക്ക് കാൽവരി മലയിലെ കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ധ്യാനിച്ച്, കർത്താവേ, നിന്റെ മരണത്താൽ ഈ ലോകത്തെ വീണ്ടെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ സന്ദേശം ഞാൻ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് വളരെ അതിപ്രശസ്തനായ എലി വിസലിൻ്റെ നോബൽ സമ്മാനം കിട്ടിയ
നോവല് ദ നൈറ്റ്, രാത്രി എന്ന് പറയുന്ന ആ ഒരു നോവലിലെ കഥയാണ്. ഇത് നോവലാണെങ്കിലും യഥാർത്ഥത്തിൽ എലി വിസൽ തൻ്റെ ജീവിതം തന്നെയാണ് അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ജർമ്മനിയിൽ നാസി പടയാളികൾ യഹൂദരെ അതിക്രൂരമായി ദ്രോഹിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ഈ നോവലിൽ വിവരിക്കുന്നത്. അവരെ ഗ്യാസ് ചേംബറിൽ അടച്ച് കൊല്ലുന്നു, യഹൂദന്മാരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു, വിഷം കുത്തിവെച്ച് കൊല്ലുന്നു. ജർമ്മനിയിലെ നാസി പട്ടാളം അതിക്രൂരമായിട്ടാണ് യഹൂദന്മാരെ വേട്ടയാടിയിരുന്നത്. എലി വിസലിന് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അപ്പനെയും നാസി പട്ടാളം അറസ്റ്റ് ചെയ്തു. ദ നൈറ്റ് എന്ന ആ കഥയിൽ തൻ്റെ ജീവിതം തന്നെ പങ്കുവെക്കുകയാണ്. അങ്ങനെ തടവറയിൽ കഴിയുമ്പോൾ തടവ് പുള്ളികളെ പേടിപ്പിക്കാൻ വേണ്ടി നാസി പടയാളികൾ ചെയ്യുന്നത് ഓരോ ദിവസവും ഈ പടയാളികളെ ലൈനായിട്ട് നിർത്തും. എന്നിട്ട് ഇവരെ മാർച്ച് ചെയ്യിപ്പിക്കും. മാർച്ച് ചെയ്യിപ്പിക്കുന്നത് കഴുമരത്തിനടുത്തുകൂടെയാണ്. പല ദിവസങ്ങളിൽ പലര് ആ കഴുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കാണും. അങ്ങനെ ഈ തടവ് പുള്ളികളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് പല ദിവസങ്ങളിലും കഴുമരത്തിനടുത്തുകൂടെ ഇവരെ മാർച്ച് ചെയ്യിപ്പിക്കുന്നത്. ഈ നോവലിൻ്റെ കേന്ദ്രബിന്ദു ഇപ്രകാരമാണ്. അന്നൊരു ദിവസം രാവിലെ എലി വിസലിൻ്റെ അപ്പനും മറ്റ് തടവുള്ളികളെയും ലൈനായിട്ട് നിർത്തി നാസി പട്ടാളം കഴുമരത്തിനടുത്തുകൂടെ മാർച്ച് ചെയ്യിപ്പിക്കുകയാണ്. എലി വിസൽ ആ കഴുമരത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ 3 പേര് തൂങ്ങിക്കിടക്കുന്നു. ഇരുവശങ്ങളിൽ 2 മുതിർന്നവരും നടുക്ക് ഒരു പിഞ്ചു കുഞ്ഞുമാണ് തൂങ്ങിക്കിടക്കുന്നത്. ഇരുവശങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നവര് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നടുക്കുള്ള ബാലൻ മരണവെപ്രാളത്തോടെ കിടന്ന് പെടയുന്നതാണ്. അവൻ്റെ ശരീരം മാന്തി പറിക്കുകയാണ്. അവൻ്റെ കഴുത്തിൽ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കണ്ണടച്ച എലി വിസല് പെട്ടെന്നൊരു സ്വരം കേൾക്കുകയാണ്. തൻ്റെ പിന്നിലുള്ള ഒരു വൃദ്ധൻ ഇപ്രകാരം വിളിച്ചു ചോദിക്കുന്നു, ഇവിടെ ഒരു ദൈവമുണ്ടോ? ആ ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പേര് സ്നേഹമെന്നാണോ? സ്നേഹമെന്നാണ് ആ ദൈവത്തിൻ്റെ പേരെങ്കിൽ ആ ദൈവം ഇപ്പോൾ എവിടെയാണ്? ഭയങ്കര നിശബ്ദതയാണ്. പെട്ടെന്ന് എലി വിസലിൻ്റെ പിതാവ് തൻ്റെ കരങ്ങൾ ആ കഴുമരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഉണ്ട്, ഒരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനിതാ ഇപ്പോൾ കഴുമരത്തില് പിടഞ്ഞ് 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 മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ലോകം മുഴുവൻ മരണത്തോട് മല്ലടിക്കുകയാണ്. സമ്പന്ന രാജ്യമാകട്ടെ, സമ്പത്തില്ലാത്ത രാജ്യങ്ങളാകട്ടെ, സൈന്യബലമുള്ള രാജ്യങ്ങളാകട്ടെ, സൈന്യബലമില്ലാത്ത രാജ്യങ്ങളാകട്ടെ, എല്ലാവരും മരണത്തിൻ്റെ മുൻപിൽ നിസ്സഹായകരായിട്ട് നിൽക്കുകയാണ്. പലയിടങ്ങളിൽ നിന്ന് ഇപ്രകാരം ചോദ്യമുയരുകയാണ്, ഇവിടെ ഒരു ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എവിടെയാണ്? ആ ദൈവത്തിൻ്റെ പേരാണോ സ്നേഹം? പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ച നാം ധ്യാനിക്കുന്നത് മാരകമായ മഹാമാരിയുടെ മുൻപിൽ നിസ്സഹായകരായി പെടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ നിന്ന്
കുരിശിൽ നമുക്ക് വേണ്ടി പെടഞ്ഞ് പെടഞ്ഞ് തൂങ്ങി മരിച്ച് ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളം ഒഴുക്കിയ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണമെങ്കിൽ രക്ഷാകര ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് പോകണം. മരണമല്ല മനുഷ്യന്റെ അവസാനം. മരണത്തിനപ്പുറം ജീവിതമുണ്ട്. മരണത്തെ തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ തൻ്റെ ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് മാനവകുലത്തിന് മുഴുവൻ മോചനം നൽകാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ജനിച്ച് നമുക്ക് വേണ്ടി മരിച്ച സുദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഈ ആചരണത്തിലൂടെ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മരണത്തെ ഭയപ്പെടേണ്ട, നാം ഇന്ന് മഹാമാരിയെ ഭയപ്പെടേണ്ട. മരണമേ നിന്റെ വിജയകുടീരം എവിടെയെന്ന് പൗലോസ്ലിഹ ചോദിക്കാൻ കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ നാം ഏവരും വീണ്ടെടുക്കപ്പെട്ടു. ഈ ലോകം മുഴുവൻ വീണ്ടെടുക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന അടിയുറച്ച ബോധ്യമാണ് പൗലോസ്ലിഹ മരണത്തിൻ്റെ നേരെ കരങ്ങൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്. നിന്റെ വിജയകുടീരം എവിടെ എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് നിന്നെ ഭയമില്ല, നിന്നെ ഇനി ഭയപ്പെടുകയില്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അവൻ മരണത്തെ തോൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുഃഖവെള്ളിയാഴ്ച ലോകം മുഴുവൻ മരണതുല്യമായ അവസ്ഥയുടെ സമയത്ത് ഈ ഷാലോം ടി വിയോട് ചേർന്ന് ഈ ദിവസം നാം പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് വേണ്ടി മരിച്ച കാൽവരി മലയിൽ, ഗാഗുൽത്ത മലയിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. ഞങ്ങളുടെ അഭിവന്യ പിതാവ്, ചക്കാലക്കൽ പിതാവ്, ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളോടൊരു 4 ചോദ്യങ്ങൾ ചോദിച്ചു. വൈദികരുടെ ധ്യാനത്തിൻ്റെ കൂട്ടായ്മയിൽ ഇപ്രകാരമാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത്. പ്രിയപ്പെട്ട അച്ഛന്മാരെ, എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. കുരിശിൽ തൂങ്ങി മരിച്ചവൻ നിന്റെ ആര്? ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണിത്. കുരിശിൽ തൂങ്ങി മരിച്ചവൻ നിന്റെ ആര്? നിന്റെ കുടുംബത്തിൻ്റെ ആര്? നിന്റെ ആത്മാവിൻ്റെ ആര്? അതിനുള്ള ഉത്തരം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. പാപികളായ നമുക്ക് വേണ്ടി യേശു മരിച്ചതിലൂടെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കി. പാപികളായ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിലൂടെ ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കുരിശു തൂങ്ങി മരിച്ചവൻ ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ രക്ഷകനാണ്. അവനോട് ചേർന്ന് നിൽക്കുക. രണ്ടാമത് അഭിവന്യ പിതാവ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ചോദിക്കണം, എന്തിന് കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചു? വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രക്ഷാകരമായ ചരിത്രം യേശുവിന് രചിക്കാമായിരുന്നു. പക്ഷേ എന്തിന് കർത്താവ് മരണം വരിച്ചു? പ്രിയപ്പെട്ടവരെ, ഇത് നാം ഓരോരുത്തരും കുരിശിനോട് ചേർന്ന് നിന്ന്, പീഡാസഹനത്തോട് ചേർന്ന് നിന്ന്, നമ്മുടെ പീഡകളെയും ലോകത്തിൻ്റെ പീഡകളെയും യേശുവിനോടൊപ്പം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് കുരിശിൽ തൂങ്ങി മരിച്ചത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദ സഫറിംഗ് സർവന്റ് ഓഫ് യാവേ, ദൈവത്തിൻ്റെ സഹനദാസൻ എന്ന് പറഞ്ഞില്ലേ? ആ സഹനദാസൻ എന്ന ദൈവത്തിൻ്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെടാൻ എല്ലാ പീഡകളും, എല്ലാ മഹാമാരികളും, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ അന്ധകാരവും സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിൽ തൂങ്ങി മരിച്ചു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കുരിശിൽ തൂങ്ങി മരിച്ചവനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താ?
കുരിശിൽ തൂങ്ങി മരിച്ച കർത്താവ് യേശു ക്രിസ്തുവും ഇന്ന് ഷാലോം ടിവിയുടെ മുൻപിലിരുന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം വിശുദ്ധ കുരിശിനെ കുറിച്ച് ധ്യാനിക്കുന്ന നാം ചോദിക്കേണ്ട ചോദ്യമാണ്, ആ കുരിശിൽ തൂങ്ങി മരിച്ചവനും ഞാനും തമ്മിലുള്ള ബന്ധമെന്താണ്? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാൻ, മറ്റുള്ളവരുടെ വേദനകളോട് ചേർന്ന് നിൽക്കാൻ, അതിനുവേണ്ടിയാണ് കർത്താവായ ഈശോ മരിച്ചത്. ആ മരിച്ചവനും ഞാനും തമ്മിലുള്ള ബന്ധമതാണ്. അവനെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ, അവനെപ്പോലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ, അവനെപ്പോലെ ലോകത്തിന് ആശ്വാസമാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നാലാമത്തെ ചോദ്യം ഇതാണ്: വിശുദ്ധ കുരിശിൻ്റെയും ക്രൂശിതൻ്റെയും മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, കുരിശുരൂപം ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ലോകത്ത് നിനക്കായി നൽകപ്പെട്ടവരെ സ്നേഹിക്കാൻ നിനക്കാകുമോ? നിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് ക്ഷമിക്കാനും തോറ്റുകൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യുവാനും പാവപ്പെട്ടവരുടെയും പാപികളുടെയും പക്ഷം ചേരുവാനും നിനക്ക് സാധിക്കുമോ? ഈ ചിന്തകളാണ് ഈ ദുഃഖവെള്ളിയാഴ്ച വിശുദ്ധ കുരിശിൻ്റെ ചുവടെ നിൽക്കുമ്പോൾ നമുക്കേവർക്കും ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തെ തോൽപ്പിക്കാൻ, മരണത്തെ തോൽപ്പിക്കാൻ ജീവനുള്ള ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം തൻ്റെ ഏകപുത്രനെ നമുക്ക് നൽകുകയും അവൻ നമ്മളോടൊപ്പം സഹിക്കുകയും നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പക്ഷം നിന്ന്, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ആകുലതകളിൽ നമ്മളോടൊപ്പം ചേർന്ന് അവൻ മരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നും നാം ജീവിക്കുന്നതിന് വേണ്ടി, എന്നും നമുക്കത് ജീവൻ സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടി കർത്താവായ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. ആ രക്ഷ നമുക്ക് ഏവർക്കും അനുഭവവേദ്യമാകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്ഷ നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. കർത്താവിൻ്റെ കുരിശിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ താഴ്മയോടെ നിൽക്കാം. തക്ക സമയത്ത് കർത്താവിൻ്റെ കരം ഈ ലോകത്തിൻ്റെ മേൽ വരികയും എല്ലാ മഹാമാരികളെയും എല്ലാ തിന്മകളെയും ബഹിഷ്കരിക്കുകയും ചെയ്യും. കർത്താവായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗമായിരുന്നു വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയ്ക്ക് ശേഷം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഷാലോം ടിവിയുടെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോരോ നിയോഗങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് അല്പനേരം സാധിക്കുന്നത് പോലെ 2 മിനിറ്റ് മുട്ടുകുത്തി നിന്ന് പിന്നെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥന എത്തിക്കുകയും ഇതുപോലെ ആ വിശ്വാസികളുടെ പ്രാർത്ഥന നമുക്ക് നല്ല അഭിഷേകത്തോടു കൂടി നമുക്ക് ചൊല്ലാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ദൈവം തിരുസഭയ്ക്കും ലോകമെങ്ങും സമാധാനവും ഐക്യവും സംരക്ഷണവും നൽകുമാറാകട്ടെ. നാം സ്വൈര്യവും ശാന്തവുമായ ജീവിതം നയിച്ചു പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പനേരം മൗനമായിട്ട് സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്ന് അല്പനേരം പ്രാർത്ഥിക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തു വഴി സമസ്ത ജനങ്ങൾക്കും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ തിരുവുള്ളമുണ്ടായല്ലോ. അങ്ങേ സഭയുടെ പ്രവർത്തനങ്ങളെ കരുണാപൂർവം നയിക്കണമേ. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയുടെ തിരുനാമം എന്നും പ്രകീർത്തിക്കുവാൻ കൃപയരുളണമേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തെ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുത്ത കർത്താവായ ദൈവം തൻ്റെ വിശുദ്ധ ജനത്തെ നയിച്ചുകൊണ്ടു പോകുന്നതിന് അദ്ദേഹത്തിന് ആരോഗ്യവും സംരക്ഷണവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും മുട്ടുകുത്തി നിന്ന് അല്പം നേരം മൗനമായിട്ട് പ്രാർത്ഥിക്കും. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ അനന്തജ്ഞാനമാണല്ലോ സർവവും സംവിധാനം ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അലിവാർന്ന് കേട്ടരുളേണമേ. അങ്ങ് സഭയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പരമാധ്യക്ഷനെ വാത്സല്യപൂർവ്വം കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് നയിച്ചു കൊണ്ടുപോകുന്ന വിശുദ്ധ ജനത്തെ മുഴുവനും ഈ മഹാചാര്യന്റെ നേതൃത്വത്തിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിവിധ പദവിയിലുള്ള എല്ലാ സഭാംഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപത അധ്യക്ഷന്മാർക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വൈദികർക്കും പരികർമ്മികൾക്കും വിവിധ പദവിയിലുള്ള സഭാപരിചാരകർക്കും സന്യാസിനി സന്യാസികൾക്കും സമസ്ത വിശ്വാസികൾക്കും വേണ്ടി നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് സഭയെ മുഴുവനും നിരന്തരം വിശുദ്ധീകരിച്ച് നയിക്കുന്നുവല്ലോ. വിവിധ പദവികളിലുള്ള എല്ലാ സഭാംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അങ്ങയുടെ വരപ്രസാദ സഹായത്താൽ അവരെല്ലാവരും അങ്ങേക്ക് വിശ്വസ്ത സേവനം അനുഷ്ഠിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സമസ്ത ക്രൈസ്തവരുടെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമസ്ത ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ദൈവം അവരെ വേദസത്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സഹായിക്കുകയും ഏകസഭയിൽ ശേഖരിച്ച് കാത്തുപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ചിതറിപ്പോയവരെല്ലാം ശേഖരിക്കുകയും ശേഖരിച്ചവരെ പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങ് ക്രിസ്തുനാഥന്റെ അജഗണത്തെ അലിവോടെ തൃക്കൺ പാർക്കണമേ. ഏകജ്ഞാന സ്നാനത്താൽ പവിത്രീകൃതരായ അവരെല്ലാം വിശ്വാസപൂർണതയാലും സ്നേഹശൃംഖലയാലും ഏകീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യഹൂദ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾ ആദ്യമായി ലഭിക്കുവാൻ ഭാഗ്യമുണ്ടായ യഹൂദ ജനതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിലും അവിടുത്തെ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയിലും അവർ പുരോഗമിക്കുമാറാകട്ടെ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, അബ്രഹാമിനും സന്തതികൾക്കും അങ്ങ് രക്ഷയുടെ വാഗ്ദാനം അരുളിയല്ലോ. അങ്ങയുടെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ സദയം സ്വീകരിക്കണമേ. അങ്ങ് സ്വന്തം ജനമായി ആദ്യം തിരഞ്ഞെടുത്ത ഇവരെ പരിത്രാണ പൂർണിമ പ്രാപിക്കുവാൻ അർഹരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിന്നും പ്രകാശം ലഭിച്ച അവരും രക്ഷാമാർഗത്തിൽ പ്രവേശിക്കാൻ ഇടയാകുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഹൃദയപരമാർത്ഥതയോടെ ചരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും സത്യം കണ്ടെത്തുവാൻ അനുഗ്രഹമരുളണമേ. ഞങ്ങളും പരസ്നേഹത്തിൽ വളർന്ന് നിത്യജീവനെ സംബന്ധിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ ഉത്സുകരായി അവരുടെ മുമ്പിൽ അങ്ങയുടെ സ്നേഹത്തിന് ഉത്തമ സാക്ഷികളാകുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അവർ നിഷ്കളങ്കമായ മനസ്സാക്ഷിയോടെ നല്ല ജീവിതം നയിച്ച് ദൈവത്തെ കണ്ടെത്തുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയെ കണ്ടെത്തി ഹൃദയശാന്തി അടയുവാനുള്ള ജന്മസിദ്ധമായ ദാഹം അങ്ങ് സൃഷ്ടിച്ച എല്ലാ മനുഷ്യർക്കും പ്രദാനം ചെയ്തുവല്ലോ. എല്ലാ മനുഷ്യരും പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് അങ്ങയുടെ വാത്സല്യത്തിൻ്റെ ചിഹ്നങ്ങളും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ സന്മാതൃകയും കണ്ടറിഞ്ഞ് അങ്ങ് മാത്രമാണ് സത്യദൈവവും മാനവവംശത്തിൻ്റെ പിതാവെന്ന് പ്രഖ്യാപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം തൻ്റെ തിരുവുള്ളത്തിനൊത്ത വിധം അവരുടെ ഹൃദയവും മനസ്സും നയിച്ച് എല്ലാ പൗരന്മാർക്കും യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സമാധാനവും കൈവരുത്തുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലാണല്ലോ സകല ജനങ്ങളുടെയും അഭിലാഷങ്ങളും അവകാശങ്ങളും നിക്ഷിപ്തമായിരിക്കുക. വാത്സല്യപൂർവ്വം ഞങ്ങളുടെ ഭരണാധികാരികളെ കടാക്ഷിക്കണമേ. ലോകമെങ്ങുമുള്ള സമസ്ത ജനങ്ങൾക്ക് സമാധാനവും മതസ്വാതന്ത്ര്യവും ഭദ്രതയും ക്ഷേമവും മഹാമാരികളിൽ നിന്നുള്ള വിടുതലും പ്രദാനം ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ തെറ്റുകളെല്ലാം അകറ്റുന്നതിനും രോഗങ്ങൾ നിവാരണം ചെയ്യുന്നതിനും പട്ടിണി പരിഹരിക്കുന്നതിനും അന്യായമായ തടങ്കലുകൾ തുറക്കുന്നതിനും അനർഹമായ വിലങ്ങുകൾ അഴിക്കുന്നതിനും യാത്ര ചെയ്യുന്നവരെ കാത്തുകൊള്ളുന്നതിനും
വിദേശ സഞ്ചാരികളെ ഭദ്രമായി തിരിച്ചെത്തിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മരണമടയുന്നവർക്ക് നിത്യരക്ഷ നൽകുന്നതിനും വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകം നമുക്കെല്ലാവർക്കും ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ദാരുണമായ അവസ്ഥകളാണ് നാം സമർപ്പിക്കുന്നത്. മഹാമാരിയും പകർച്ചവ്യാധികളും ദുർമരണങ്ങളും പെടുമരണങ്ങളും എല്ലാം വിട്ടുമാറി ലോകത്തിന് സമാധാനം കിട്ടാൻ വേണ്ടി അല്പനേരം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദുഃഖിതരുടെ ആശ്വാസവും ക്ഷീണിതരുടെ ശക്തി കേന്ദ്രവുമായ ദൈവമേ, നാനാവിധത്തിലുള്ള യാതനകൾ അനുഭവിക്കുന്നവരുടെ നിലവിളി, മഹാമാരിയുടെ പിടിയിലമർന്നിരിക്കുന്നവരുടെ നിലവിളി കാരുണ്യപൂർവ്വം ശ്രവിച്ച് ഈ ലോകത്തിന് ആശ്വാസവും ആനന്ദവും നൽകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാം ഭാഗത്ത് വളരെ പ്രധാനമായിട്ടുള്ളത് കുരിശാരാധനയാണ്. കുരിശിൻ്റെ പ്രദർശനവും കുരിശാരാധനയുമാണ്. അപ്പോൾ എല്ലാവരും ഭക്തിയോടുകൂടെ കുരിശിനെ മുൻപിൽ വണങ്ങുന്നതിന് വേണ്ടി റെഡിയാകുക. നമ്മുടെ ഭവനങ്ങളിലുള്ള കുരിശ് രൂപങ്ങളൊക്കെ നാം ഒരുക്കിയിട്ടുണ്ടാകും. അപ്പം നമുക്ക് വളരെ ഭക്തിയോടുകൂടി ഇപ്പോൾ കുരിശിൻ്റെ ആ വണക്കത്തിലേക്ക്, കുരിശിൻ്റെ ആരാധനയിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം. ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈകരക്ഷകൻ മരണം വരിച്ചതിൻ മണ്ണിന്നാ. വരുവിൻ വണങ്ങാം, ആരാധിക്കാം. വരുവിൻ വണങ്ങാം, ആരാധിക്കാം. ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈകരക്ഷകൻ മരണം വരിച്ചതിൻ മണ്ണിന്നാ. വരുവിൻ വണങ്ങാം, ആരാധിക്കാം. വരുവിൻ വണങ്ങാം, ആരാധിക്കാം. ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈകരക്ഷകൻ മരണം വരിച്ചതിൻ മണ്ണിന്നാ. വരുവിൻ വണങ്ങാം, ആരാധിക്കാം. വരുവിൻ വണങ്ങാം, ആരാധിക്കാം. പ്രിയപ്പെട്ട മക്കളെ, കുരിശാരാധനയുടെ സമയമാണ്. നമ്മുടെ ഭവനങ്ങളിലുള്ള കുരിശുരൂപങ്ങളെ മുത്തിക്കൊണ്ടോ, അതിന് സൗകര്യമില്ലാത്തവർ ആത്മാവിൽ മനസ്സിൽ
കുരിശുരൂപത്തെ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ കുരിശുരൂപത്തെ ആരാധിക്കുക. കുരിശുരൂപം നമ്മുടെ രക്ഷയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും, ഈ ലോകത്തിൻ്റെ പകർച്ചവ്യാധികളും മഹാമാരികളും മരണവും ദുർമരണങ്ങളും പെടുമരണങ്ങളും ആകുലതകളും സാത്താൻ്റെ സ്വാധീനങ്ങളും കടബാധ്യതകളും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളും എല്ലാം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് കുരിശിനെ സമീപിച്ച് കർത്താവിനെ ആരാധിക്കാം. നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. കുരിശാലെ മന്നിതിലെങ്ങും നവ്യ സന്തോഷകാന്തി പരന്നു. കുരിശാലെ മന്നിതിലെങ്ങും നവ്യ സന്തോഷകാന്തി പരന്നു. നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. നമ്മുടെ ഭവനങ്ങളിലുള്ള കുരിശുരൂപങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവിനെ ആരാധിച്ച് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് ഈ ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. മൂന്നാം ഭാഗമാണ് ദിവ്യകാരുണ്യ സ്വീകരണമാണ്. പരിശുദ്ധ കുർബാന ഒരിക്കൽ കൂടെ ആത്മാവിൽ നാം സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്കൊരുക്കാം. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യ സൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം എനിക്ക് ശിക്ഷയ്ക്കും വിധിക്കും നിത്യനാശത്തിന് കാരണമാകരുത്. പ്രത്യുത എൻ്റെ ആത്മശരീരങ്ങൾക്ക് സംരക്ഷണവും ദിവ്യാവശ്യതമായി ഭവിക്കുവാൻ കൃപ നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരം എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ
എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ ധന്യമായ കുരിശുമരണവും ഉയർപ്പും വഴി അങ്ങ് ഞങ്ങൾക്ക് നവജന്മമരുളിയല്ലോ. അങ്ങയുടെ രക്ഷാകർമ്മം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ തുടരണമേ. ഈ ദിവ്യരഹസ്യത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ ഭക്തി നിരതരമായി ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സമാപന ആശീർവാദമാണ്. ഇതിനുശേഷം ഇന്നത്തെ ദിവസം മുഴുവൻ നിശബ്ദതയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ്. ഇപ്പോൾ സമാപന ആശീർവാദത്തോടെ ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്. എന്നാൽ ആ ക്രൂശിത രൂപത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ നിശബ്ദതയിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഇന്നത്തെ ദിവസം ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കുക. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രന്റെ തിരുമരണ സ്മരണാചരിച്ച് അവിടുത്തെ ഉയർപ്പിൽ പ്രത്യാശ ഉൾക്കൊണ്ട് കഴിയുന്ന ഭക്തജനങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹധാര സമൃദ്ധമായി ചൊരിയണമേ. ഞങ്ങളുടെ പരിശുദ്ധമായ വിശ്വാസത്തെ പുഷ്ടിപ്പെടുത്തണമേ. ഞങ്ങളുടെ നിത്യരക്ഷയും സുനിശ്ചിതമാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.